നമസ്കാരം. പ്രധാന വാർത്തകൾ. കെ സുധാകരന്റെ സംഘപരിവാർ അനുകൂല പ്രസ്താവന തലവേദനയെന്ന് കോൺഗ്രസ്. SFI ബാനർ നീക്കാനുള്ള VCയുടെ നിർദ്ദേശം തള്ളി സിൻഡിക്കേറ്റ് മെമ്പർമാർ. നെയ്മറിന് കഷ്ടകാലം, കോപ്പ അമേരിക്ക കളിക്കാൻ താരമില്ല, പരിക്കേറ്റ് പുറത്ത്. വാർത്തകൾ വിശദമായി. കെ സുധാകരന്റെ സംഘപരിവാർ അനുകൂല പ്രസ്താവനകൾ പാർട്ടിക്ക് തലവേദനയെന്ന് കോൺഗ്രസ് നേതാക്കൾ. സംഘപരിവാർ അനുകൂല പ്രസ്താവനകളും നിരന്തരം നാക്കുപിഴയും നേതൃത്വത്തിൽ വലിയ അതൃപ്തിക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ്. ലീഗ് നേതാക്കളും ഇക്കാര്യം പരസ്യമായി തന്നെ വ്യക്തമാക്കി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് നേതാക്കൾ അതൃപ്തി വ്യക്തമാക്കിയത്. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നു. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയും കൂട്ട സസ്പെൻഷനും ചർച്ചയായി. കൂട്ട സസ്പെൻഷൻ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമെന്നും യോഗം വിലയിരുത്തി. സഭയ്ക്ക് പുറത്ത് പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രിക്ക് ജനങ്ങളോട് ബാധ്യതയില്ലെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധി പറഞ്ഞു. കേരള സർവകലാശാലയിലെ SFI ബാനർ നീക്കാനുള്ള VCയുടെ നിർദ്ദേശം തള്ളി സിൻഡിക്കേറ്റ് മെമ്പർമാർ. ഇക്കാര്യത്തിൽ നിലപാട് രജിസ്ട്രാറെ അറിയിച്ചു. ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങളെ ശക്തമായി എതിർക്കുമെന്നും വിദ്യാർത്ഥികളുടെയും അക്കാദമിക് സമൂഹത്തിന്റെയും ജനാധിപത്യ സ്വാതന്ത്ര്യത്തോടൊപ്പമാണ് തങ്ങളെന്നുമാണ് സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ നിലപാട്. കഴിഞ്ഞ ദിവസമാണ് ഗവർണർക്കെതിരായ ബാനർ നീക്കം ചെയ്യാൻ VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത്. ഇനി കായിക വാർത്ത. പരിക്കേറ്റ ബ്രസീലിയൻ താരം നെയ്മർക്ക് അടുത്ത വർഷത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പ് നഷ്ടമാകും. നെയ്മർക്ക് കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാനാകില്ലെന്ന് ബ്രസീൽ ടീം ഡോക്ടർ ലാസ്മിൻ വെളിപ്പെടുത്തി. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടയിലാണ് നെയ്മർക്ക് പരിക്കേറ്റത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.